അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഗോകില കൃഷ്ണൻ. ഞാൻ ദേവിക പ്രകാശ്. ഇന്ന് ചിത്രകലാരംഗത്തെ പ്രശസ്തനായ ഭാരതീയ കലാകാരൻ KCS പണിക്കരുടെ ജന്മദിനം. KCS പണിക്കർ 1911 മെയ് 31 കോയമ്പത്തൂരിനടുത്ത് ജനിച്ചു. അദ്ദേഹം ബാല്യകാലം മുതൽ ചിത്രരചനയോട് അതിയായ താല്പര്യം പുലർത്തിയിരുന്നു. പ്രകൃതി ദൃശ്യങ്ങളും ഗ്രാമീണ ജീവിതവും ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഈ അനുഭവങ്ങളുടെ സ്വാധീനം വ്യക്തമായി കാണാം. കേരളത്തിന്റെ കലാ സാംസ്കാരിക ചരിത്രത്തിൽ അനശ്വര സ്ഥാനമുള്ള പ്രശസ്ത ചിത്രകാരനാണ് KCS പണിക്കർ. ഇന്ത്യൻ ചിത്രകലയുടെ ആധുനിക മുഖത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യൻ പാരമ്പര്യവും ആധുനികതയും ചേർത്ത് പുതിയ കലാഭാഷ സൃഷ്ടിച്ച കലാകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതലായി അറിയപ്പെടുന്നത്. ചിത്രകാരൻ, അധ്യാപകൻ, ചിന്തകൻ, കലാസംഘാടകൻ എന്നീ നിലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്ത്യൻ കലാരംഗത്തിന് വലിയ സമ്പത്താണ്. KCSന്റെ കലാശൈലി ഇന്ത്യൻ കലാരംഗത്ത് വ്യത്യസ്തമായൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചു. പാശ്ചാത്യ ചിത്രകലയുടെ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ തനിമ നിലനിർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യൻ ലിപികൾ, ചിഹ്നങ്ങൾ, തത്വചിന്തകൾ എന്നിവയെ അദ്ദേഹം ചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ നിറങ്ങളുടെ ഉപയോഗം വളരെ ശ്രദ്ധേയമാണ്. ചുവപ്പ്, മഞ്ഞ, നീല തുടങ്ങിയ ശക്തമായ നിറങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചിത്രങ്ങൾക്ക് ജീവൻ നൽകി. KCS പണിക്കരുടെ ചിത്രങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി പ്രദർശനങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ഇന്ത്യൻ ആധുനിക കലയുടെ പ്രമുഖ പ്രതിനിധിയായി അദ്ദേഹം ലോകശ്രദ്ധ നേടി. വ്യക്തിത്വത്തിലും ചിന്തകളിലും പണിക്കർ ഒരു ചിത്രകാരൻ മാത്രമല്ല, കലയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ പ്രതിഭയായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഴം കലയിൽ പ്രതിഫലിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. കല ഒരു അലങ്കാരം മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിന്റെ പ്രകടനമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് നെരുവമ്പറം UP സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ചിത്രകലാ അധ്യാപകനും പ്രശസ്ത ചിത്രകാരനുമായ വിനോദ് മാഷാണ്. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ, അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കളെ, PTA ഭാരവാഹികളെ, എത്രയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന സഹൃദയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാജീവ മാഷ്, മഹാനായ ചിത്രകാരൻ KCS പണിക്കരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ വിദ്യാഗീതത്തിലൂടെ അനുസ്മരിച്ച് സംസാരിക്കണമെന്ന മാഷിന്റെ ക്ഷണം എനിക്കേറെ സന്തോഷവും സംതൃപ്തിയും നൽകിയ കാര്യമായിരുന്നു. കാരണം ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ ഉപജ്ഞാതാവാണ് KCS പണിക്കർ. ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണെങ്കിലും തൻ്റെ യൗവനാരംഭം വരെ വളർന്നതും പഠിച്ചതും കേരളത്തിലെ പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ AV ഹൈസ്കൂളിലും മദിരാശിയിലുമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം. തുടർന്ന് 1917 മദ്രാസ് ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിൽ കലാപഠനം പൂർത്തിയാക്കുകയും അവിടെ തന്നെ കലാധ്യാപകനായും പ്രിൻസിപ്പലായും ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. സാധാരണ ചിത്രകൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തനായി പുരാതനമായ
അതീന്ദ്രിയ ജ്ഞാനത്തെയും ആത്മീയ ജ്ഞാനത്തെയും തൻ്റെ രചനകളിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്നതാണ് പണിക്കരെ ശ്രദ്ധേയനാക്കിയത്. ഭാരതീയ ചിത്രകൃത്തുക്കളെയും കലാരംഗത്തെയും പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ പണിക്കരുടെ പ്രതിഭ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടുണ്ട്. അറബി മലയാളം അക്കങ്ങളും അക്ഷരങ്ങളും ആൽജിബ്രയിലെയും ജാമിതിയിലെയും ലാറ്റിനിലെയും പ്രതീകങ്ങളും രൂപങ്ങളും താന്ത്രികതയും വർണ്ണങ്ങളുമെല്ലാം പണിക്കർ പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പണിക്കരുടെ സൃഷ്ടികളിലൊക്കെ തന്നെ കാണുന്ന മനുഷ്യാകാരങ്ങളിലെ വലിയ തലകൾ, വലിയ കണ്ണുകൾ, ചെറിയ തടിച്ച ഉടലുകൾ, വർണ്ണങ്ങൾ മുതലായവ ശൈലീകരണ രീതിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരായ ദേവൻ, എസ് തുടങ്ങിയവരുടെ രചനകളിലേക്കും കുറെയൊക്കെ നിഴൽവീഴ്ത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ പണിക്കരുടെ ശിഷ്യനായിരുന്നിട്ടും നമ്പൂതിരി എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായ രേഖാചിത്രകാരൻ വാസുദേവൻ നമ്പൂതിരി തന്റെ രചനകളിൽ ഗുരുവിന്റെ നിഴൽ പതിയാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ച രേഖാചിത്രണത്തിൽ ആകർഷകമായ തന്റെ ഇടം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് വാസുദേവൻ നമ്പൂതിരി. ആശയലോകത്തെ, അനുഭവ ലോകത്തെ എത്തിച്ച ചിത്രകലയെ കൊണ്ടുവന്ന അനുഗ്രഹീതനായിരുന്നു KCS പണിക്കർ. രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കലാകാര കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള പണിക്കർ കലാകൃത്തുക്കൾക്ക് ഒരുമിച്ചിരുന്ന് സൃഷ്ടികൾ നടത്താനും വിനിമയത്തിനും സൃഷ്ടികളുടെ വിൽപ്പനക്കുമായി മദിരാശിയിൽ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് സ്ഥാപിച്ചിട്ടുമുണ്ട്. പണിക്കരോടുള്ള ആദരസൂചകമായിട്ടാണ് 1977 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ പണിക്കരുടെ കലാശേഖരത്തിലെ 65 ചിത്രങ്ങളും 4 ശില്പങ്ങളും തിരഞ്ഞെടുത്ത് തിരുവനന്തപുരം കനകക്കുന്നിലെ മ്യൂസിയം സമുച്ചയത്തോട് ചേർന്ന് KCS പണിക്കർ ആർട്ട് ഗാലറി സ്ഥാപിച്ചത്. എല്ലാവർക്കും ചിത്രകൃത്തുക്കളാകാനാകില്ല, എങ്കിലും ചിത്രകല ആസ്വദിക്കാനും ചിത്രകൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കുവാനും എല്ലാവർക്കും സാധ്യമാകുമെന്നും ജീവിതം ജീവിച്ചു തീർക്കാൻ മാത്രമല്ല അനശ്വരമാക്കാനുമുള്ളതാണ് എന്നും തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്ന KCS പണിക്കറെ കുറിച്ചുള്ള എൻ്റെ വാക്കുകൾ അതിന് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. ഞാൻ ഏറെ പറയുന്നില്ല. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും KCS പണിക്കരുടെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 1977 ജനുവരി 16 KCS പണിക്കർ അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളും ആശയങ്ങളും ഇന്ത്യൻ കലാരംഗത്ത് പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആധുനിക ചിത്രകലയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് KCS പണിക്കർ. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ കലാശൈലി ഇന്ത്യൻ ചിത്രകലയ്ക്ക് പുതിയ ദിശ നൽകി. കലാസ്നേഹികൾക്കും യുവ കലാകാരന്മാർക്കും എന്നും പ്രചോദനമാകുന്ന മഹത്തായ കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതവും സൃഷ്ടികളും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അഭിമാനമായി നിലനിൽക്കും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.